വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. അങ്ങനെ എൻ്റെ ഹിമാലയൻ PPF ചെയ്ത് കഴിഞ്ഞു. PPF എന്ന് വെച്ചാൽ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ഫിലിം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ വണ്ടിയിൽ വീഴുന്ന ചെറിയ ചെറിയ മൈനർ സ്ക്രാച്ചസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. സെറാമിക് കോട്ടിങ്ങിനേക്കാളും ഗ്രാഫൈൻ കോട്ടിങ്ങിനേക്കാളും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാനൊരു 6-7 വർഷമായിട്ട് കാറും ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സെറാമിക്കൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് ചെയ്തവരുടെ അഭിപ്രായത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഒരു PPFിലേക്ക് കടന്നിട്ടുള്ളത്. നല്ല കോസ്റ്റ്ലി ആണ്. ഞാനിപ്പോൾ ഹിമാലയൻ ബൈക്കിന് ചെയ്യാൻ വേണ്ടി തന്നെ പല ഡീലറെയും സമീപിച്ചപ്പോൾ ആരും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ബൈക്കൊക്കെ റെഫ്യൂസും ആയിരിക്കും. പിന്നെ കാറ് പോലെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫേസ് അല്ലല്ലോ വരുന്നത്. ടാങ്ക് ആയാലും മറ്റ് ഭാഗങ്ങളായാലും കേവൊക്കെ വരുന്നത് കൊണ്ട് PPF ഒട്ടിച്ചാലും ഇളകി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കണ്ണൂരിലെ സെറാമിക് പ്രോ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ മഡ് ഗാർഡിലൊന്നും ചെയ്യേണ്ടതെന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്തു. കാരണം പ്രഷർ വാഷൊക്കെ ചെയ്യുമ്പോൾ മഡ് ഗാർഡിലൊക്കെ ചളിയടിക്കുന്ന സ്ഥലമായതുകൊണ്ട് പ്രഷർ വാഷ് ചെയ്യുമ്പോൾ ഇത് ഇളകി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടാങ്ക് മാത്രം ചെയ്യാം. കാരണം ഇത് ബ്ലാക്ക് കളർ ടാങ്കാണ് വരുന്നത്. ജീൻസ് പാൻറ്റൊക്കെ ഇട്ട് നമ്മൾ ടാങ്കിനെ ഹഗ് ചെയ്തിരുന്ന് റൈഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മൈക്രോമാരീസ് ചെറിയ ചെറിയ സ്വിൽ മാർക്സ് ഒക്കെ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും നന്നായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്തിട്ട് പോലും എൻ്റെ ഈ വണ്ടിയിൽ ടാങ്കിൻ്റെ മേലെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഞാൻ കണ്ടു. മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ടല്ലാതെ വാഷ് ചെയ്യാറില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ സ്ക്രാച്ച് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു 2 ദിവസം അവിടെ വണ്ടി വെക്കേണ്ടി വന്നു. അവർ നല്ല വൃത്തിയായി ഡീറ്റെയിൽ വാഷൊക്കെ ചെയ്ത് മൊത്തം പോളിഷൊക്കെ ചെയ്തിട്ടാണ് PPF ഒട്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ഹിമാലയൻ്റെ ടാങ്ക് വലിയൊരു ടാങ്ക് ആയതുകൊണ്ട് തന്നെ 2 ഫുൾ ഷീറ്റിൽ ഒരു ഫുൾ ഷീറ്റും പിന്നെ ഒരു എക്സ്ട്രാ ഷീറ്റുമാണ് വേണ്ടി വന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം 11,000 രൂപ പറഞ്ഞു. 10,000 രൂപ ഒക്കെ അവരത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ജോയിൻറ്റ് വരുന്നത് നമ്മുടെ ഹിമാലയൻ്റെ സ്റ്റോക്ക് ഗാർഡ് വരുന്നുണ്ടല്ലോ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഭാഗത്തുള്ള അതിൻ്റെ ആ ഒരു ഏരിയയിലാണ് ആ ജോയിൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ അത് വിസിബിൾ അല്ല. എന്നിരുന്നാലും ഞാനവിടെ ആ ജോയിൻറ്റ് പിൽക്കാലത്ത് ഇനി അത് വരുന്ന കാലത്ത് അത് പറഞ്ഞു പോകണ്ടെന്നുള്ളത് കൊണ്ട് സെറാമിക് പ്രോയുടെ ഒരു ജെല്ല് ബേസ്ഡ് ഒരു എംബ്ലം അവിടെ പതിച്ചിട്ടുണ്ട്. ആ ഒരു ജോയിൻറ്റിൽ തന്നെ അത് കാണാതിരിക്കാനും പിന്നെ അത് ആരെങ്കിലും ഇങ്ങനെ ഒരു ജോയിൻ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് കൈകൊണ്ട് ഇളക്കി കളയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ അത് ഒട്ടിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഒരു ദിവസം വെയിലത്ത് വെക്കാൻ വേണ്ടി അവർ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ വെയിലത്ത് വെച്ചു. കുറച്ച് ബബിൾസൊക്കെ ഉള്ളതൊക്കെ സെറ്റായിട്ടുണ്ട്. ഗമ്മിൻ്റെ ചെറിയ കലയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ വെയിൽ കൊണ്ടപ്പോൾ വണ്ടി സെറ്റായിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ നല്ലൊരു ഷൈനിങ് ഉണ്ട്. ഇനി കുറച്ച് കാലത്തേക്ക് എനിക്ക് തോന്നുന്നു അത് പേടിക്കാതെ നമുക്ക് കുറച്ച് റെഫ്യൂസ് ചെയ്താലും പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞു, ഞാൻ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ പൈസക്ക് നിനക്ക് പുതിയൊരു ടാങ്ക് വാങ്ങാമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മളെന്താ ചെയ്യുക, എൻ്റെ ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന കാലത്തോളം അതിന് ഏറ്റവും നല്ല കെയർ കൊടുത്തുകൊണ്ട് നല്ലൊരു ഇതിൽ തന്നെ യൂസ് ചെയ്യണമെന്നാണ്. അല്ലാതെ ഇപ്പോൾ ടാങ്ക് മാറ്റി വെക്കാനൊന്നും നമ്മൾ എത്ര പേർ ഇപ്പോൾ മെനക്കെടും സ്ക്രാച്ച് വന്നെന്ന് വെച്ചു. അപ്പോൾ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു മെത്തേഡ് സ്വീകരിച്ചു തന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്.